തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിൽ ദുരൂഹത. മരിച്ച ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരിയുടെ ഭർത്താവിനായി പോലീസ് അന്വേഷണം തുടങ്ങി. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, ഇയാളുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ ഇതിനകം? കീർത്തന, മന്ത്രി GR അനിൽ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. നമ്മൾ വന്ന് നിങ്ങളെപ്പോലെ വന്ന് സാധാരണ നിലയിൽ കാണുന്ന രംഗമാണല്ലോ. സംഭവ സ്ഥലം കാണുമ്പോൾ ഇതുപോലൊരു സ്ഥാപനം പ്രവർത്തിക്കാനുള്ള കഴിയുന്ന തരത്തിലുള്ള സൗകര്യം അതിനകത്തില്ലെന്ന് ആണ് ഒറ്റ നോട്ടത്തിൽ കാണുന്നത്. അതിനുള്ള ഇടമില്ലല്ലോ. വളരെ ചെറിയ ഒരു ഭാഗമാണ് ആ സ്ഥാപനത്തിന് വേണ്ടിയുള്ള സ്ഥലം കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്താണ് പുറത്ത് പറയാൻ കഴിയൂ? ഞാൻ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് വൈഷ്ണവ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. രണ്ടുപേരുടെ മരണത്തിൽ ഒരാളിനെ വ്യക്തമായ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് അന്വേഷണം നടത്തി പ്രാഥമിക അന്വേഷണങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ദാരുണമായ സംഭവമാണ്. രണ്ടാമത്തെ ആൾ പുരുഷനാണ് കാര്യമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ആണോ? അതിൽ ഏതെങ്കിലും തരത്തിൽ അട്ടിമറി സാധ്യത കണക്കാക്കുന്നുണ്ടോ? നമുക്ക് എങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയും? നിങ്ങളെപ്പോലെ ഞാനും കാണുകയല്ലേ ചെയ്തു. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്ത അന്തരീക്ഷമാണ്. കാരണം എല്ലാം നശിച്ചും കത്തിപ്പോയല്ലോ. അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ച് വരട്ടെ. കീർത്തന, മന്ത്രി GR അനിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ നേരത്തെ വാർത്ത നൽകിയതുപോലെ തന്നെ അതിലൊന്ന് മരിച്ചത് സ്ഥിരീകരിക്കുന്നത് ഈ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിലെ ജീവനക്കാരിയായ വൈഷ്ണ 34 വയസ്സാണ്. മേലാങ്കോട് സ്വദേശിയാണ് വൈഷ്ണയ്ക്ക് 2 മക്കളുണ്ട്. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കളുണ്ട് വൈഷ്ണയ്ക്ക്. ലഭിക്കുന്ന വിവരം അതൊരു സൂചന മാത്രമാണ്. പോലീസിന് ലഭിച്ച മൊഴി അങ്ങനെയാണ്. അതായത് വൈഷ്ണയുടെ ഭർത്താവുമായും അകൽച്ചയിലായിരുന്നു എന്നുള്ളതാണ് സംശയിക്കുന്നത്. രാവിലെ ഒരാൾ ഇവിടെ എത്തി ബഹളമുണ്ടാക്കിയതായ ഒരു മൊഴി കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആരാണ് എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1:30 മണിയോട് കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതും അവരാണ് ഈ പെട്ടെന്ന് ഇവിടേക്ക് ഓടിയെത്തി വെള്ളം കോരി ഒഴിച്ച് തീ കെടുത്തുന്നുള്ള ശ്രമം നടത്തുന്നതും. അങ്ങനെ ഇതിനുള്ളിലേക്ക് കയറിയ നാട്ടുകാരാണ് 2 പേരെ അവിടെ കണ്ടെത്തുന്നത്. 2 പേരും ഏറെക്കുറെ കത്തിക്കരിഞ്ഞവരെ തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയൊരു പൊട്ടിത്തെറി ഇവിടെ കേട്ടു. ഏതാണ്ട് 1:30 മണിയോട് കൂടി ഈ ചില്ല് ഗ്ലാസുകൾ ചിതറി കിടക്കുകയാണ്. അതിന് മുകളിൽ ഒരു ഗ്ലാസ് ക്യാബിൻ പോലെയായിരുന്നു. വലിയൊരു പൊട്ടിത്തെറി കേട്ടു. അങ്ങനെയാണ് നാട്ടുകാർ ഇവിടേക്ക് ഓടിയെത്തിയതും ഈ തീ പടരുന്നത് കാണുന്നതും. അങ്ങനെ അവർ ഉള്ളിലേക്ക് കയറിയതാണ്. ആദ്യഘട്ടത്തിൽ ഒരു സംശയം ഈ AC പൊട്ടിത്തെറിച്ചതാകാമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതിലെ ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ട്. അസ്വാഭാവിക മരണത്തിന് നിയമം പോലീസ് കേസെടുത്തിട്ടുണ്ട്. വൈഷ്ണയുടെ ഭർത്താവിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. വൈഷ്ണയുടെ ഭർത്താവിന്റെ മൊബൈൽ ഫോൺ തീപിടുത്തത്തിൽ ഇപ്പോൾ ദുരൂഹത സംശയിക്കുകയാണ് പോലീസ്. അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.